ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ മൂല്യം ഒരുപക്ഷെ ആ സിനിമ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന ചലനങ്ങളാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ടേക്ക് ഓഫ് ഒരു വിജയമാണ്. ഒരുപക്ഷെ ഒരു ജീവിത യാഥാർത്ഥ്യത്തെ അഭ്രപാളിയിലേക്ക് പകർത്തിയെടുത്തിരിക്കുന്നു. ടേക്ക് ഓഫിനൊപ്പം സഹകരിച്ച അതിൽ ഭാഗഭാക്കായ അഭിനേതാക്കളിലൂടെ JB ജംഗ്ഷൻ ഈ എപ്പിസോഡിലും യാത്ര ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതായത് ഈ തീവ്രവാദം നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചിറങ്ങുന്നു. കേരളത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നു. ഇൻവെർട്ടർ കോമ ആട് മേയ്ക്കാൻ അവിടെ പോയി മേയ്ക്കുന്നത് തോക്ക് വെച്ചിട്ടാണ്. പക്ഷെങ്കിൽ ചാക്കോച്ചൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെയല്ല പറയേണ്ടതിനെ കുറിച്ച്. ഇപ്പം ഈ ഡയലോഗിനെ കുറിച്ചും അതിൻ്റെ മെസ്സേജിനെ കുറിച്ചൊക്കെ ചാക്കോച്ചൻ വളരെ ധീരതയോടെ പറഞ്ഞല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വരട്ടെ. നമസ്കാരം. വീണ്ടും ഞാൻ ആദ്യമേ തന്നെ പുറത്ത് ട്രാക്കിലൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്തു. അതെവിടെയാണ് ഷൂട്ട് ചെയ്തത് എനിക്കറിയില്ല. പക്ഷെ വളരെ കൺവിൻസിങ് ആയിരുന്നു അതെവിടെയാണ് ഷൂട്ട് ചെയ്തത്. 2, ഇനി ഈ സിനിമ കണ്ടിട്ട് ആക്ച്വൽ ISSകാർ കൊണ്ടുപോവോ പിടിച്ചോണ്ട്? പ്രിയ ചേച്ചിക്ക് പേടിയുണ്ടോ? ആ ഷൂട്ടിംഗ് വിശേഷം കൂടെ ജസ്റ്റ് അറിയാനുള്ളൊരു ആഗ്രഹം. ചാക്കോച്ച അതിനകത്തൊരു സംഭവം ഉണ്ട്. എന്താ കാരണം അറിയോ? IS-നെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ സാറ്റലൈറ്റിൽ അവർ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഒന്ന് സൂക്ഷിക്കുക. ഈ മീശ വെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് അവരൊന്നും അങ്ങനെ പേടിപ്പിക്കാൻ പറ്റണമെന്നില്ല. ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്റെ മിടുക്കല്ല, സംവിധായകൻ. അതിന് പല തലങ്ങളുണ്ട്. ഒരു സെക്കൻഡ്, എന്റെ പ്രിയപ്പെട്ട IS-കാരെ ഇത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ സിനിമ എഴുതി തുടങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല അവിടെ പോയതായിട്ട്. ഈ സിനിമ എഴുതി തുടങ്ങുമ്പോൾ വാസ്തവമായിട്ട് പറയാം, ഞാൻ ഈ ക്യാരക്ടർ ആദ്യം ഈ ക്യാരക്ടർ ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. ബേസ്ഡ് ഓൺ അരീബ് മജീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. അത് പുള്ളിയാണ് കല്യാൺ എന്ന് പറഞ്ഞു, ബോംബെ കല്യാണിൽ നിന്ന് പോയി തിരിച്ചു വന്ന ഒരു ഫൈറ്ററാണ്. മൊസൂളിൽ പോയി തിരിച്ചു വന്നു പുള്ളി ഇപ്പോൾ NIA കസ്റ്റഡിയിലുണ്ട്. ഞാൻ ഇയാളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ NIA പോയി. NIA കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് പുള്ളി ഒന്ന് കാണാൻ പറ്റും. എനിക്ക് സംസാരിക്കാൻ കാണാനൊന്നും കാണിച്ചൊന്നും തരാൻ പറ്റില്ല. ഞങ്ങൾ പുള്ളിയുടെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവരെന്നോട് പറയുക ഇത് ക്ലാസിഫൈഡ് ആണ്, പക്ഷെ എന്നാലും പറയാം, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞു. ഇവിടെ എന്തും പറയാം. അപ്പോൾ അവരെന്നോട് ഇനിഷ്യേറ്റ് ചെയ്തു. അതായത് നിങ്ങൾ എന്തിനാ ഇത് നോർത്ത് ഇന്ത്യനൊക്കെ ആക്കുന്നത്, ഒരു മലയാളി തന്നെ ആക്കിക്കൂടെ, പറയേണ്ട വിഷയം. അപ്പോൾ എനിക്ക് അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ. they were actually feeding me. നിങ്ങളത് മലയാളം. പിന്നീട് എനിക്ക് മനസ്സിലായി, പിന്നീട് ഈ സിനിമയുടെ ഏതാണ്ട് ഷൂട്ടിങ് ഏതാണ്ട് പകുതി ആകുമ്പോഴേക്കും ഇത്രയും ഇഷ്യൂസ് ഉണ്ട്. ഞങ്ങൾ അത്രയും കാരണം. പക്ഷെ എങ്കിൽ പോലും ചാക്കാച്ച അജു തമാശയെ ചോദിച്ച ചോദ്യമാണെങ്കിലും അതിനകത്തൊരു സീരിയസ് ഉണ്ട്. ഇതാ കാരണം വെച്ചാൽ ബേസിക്കലി യു ആർ ഡീലിംഗ് വിത്ത് എ ടെറർ ഗ്രൂപ്പ് ആൻഡ് യു ആർ പാസിംഗ് എ സ്റ്റേൺ മെസ്സേജ് അഗെയിൻസ്റ്റ് ദം. അതിൽ ഞാൻ ഒരിക്കലും പേടിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ പറയാം, അങ്ങനെ ലുക്ക് ഇങ്ങനെയാണെങ്കിലും എൻ്റെ അകത്ത് അങ്ങനെയല്ല. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ തരണം ചെയ്തിട്ട് തന്നെ വന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ IS എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ളൊരു കാര്യം പോകണം ചാക്കോച്ചൻ? ഇല്ലെങ്കിൽ ഈ അറിയാത്ത പണിക്ക് ഞാൻ വരില്ലായിരുന്നു. അഭിനയം എനിക്ക് അറിയാൻ മേലാത്ത മേഖല തന്നെയായിരുന്നു. അപ്പൊ ഫസ്റ്റ് പടത്തിൽ നായകനായിട്ട് വരണമെന്ന് പറഞ്ഞാൽ എന്റെ ധൈര്യം സമ്മതിക്കണ്ടേ? ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്നത് ഈ സിനിമയിൽ ഒരു മെസ്സേജ് ഉണ്ട്. എന്താ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികേടുകൾ, ദയാർത്ഥങ്ങൾ, മറ്റ് പ്രയോഗങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. 2 വളരെ ചെറിയ ചെറിയ മെസ്സേജുകൾ യു ആർ പാസിംഗ് ഓൺ. ഒരു ഡെസിമേഷൻ ഓഫ് അതിൻ്റെ ഒരു സംഭവം നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ ഈ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട്. ലെറ്റ് us see who is it. ടേക്ക് ഓഫിൻ്റെ ചിത്രീകരണത്തിൻ്റെ ഓരോ വേളയിലും ഇതിൻ്റെ ക്ലിപ്പിംഗ്സ് മഹേഷ് എന്നെ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു, മലയാളത്തിലെ ഒരു നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു സിനിമയാണ് ടേക്ക് ഓഫ് എന്ന്. മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ, ഒരു മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിഷ്വൽസാണ് ആ സിനിമയിൽ അന്ന് ഞാൻ കണ്ടത്. ടേക്ക് ഓഫ് ഒരു ഗംഭീര വിജയത്തിലേക്ക് നീങ്ങുന്നതിൽ ഞാനും ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടൊപ്പം വളരെയധികം സന്തോഷിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് 3 പേരോടും ചോദിക്കാനുള്ള ചോദ്യം, ചില ഓഫ് ബീറ്റ് സിനിമകൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് റിലീസായി ഹിറ്റാകുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മൾ കേൾക്കാറുണ്ട് പറയുന്നത്, ഇനിയും ഇത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഊർജ്ജവും ഈ സിനിമയുടെ വിജയം ഞങ്ങൾക്ക് നൽകുന്നുവെന്ന്. ടേക്ക് ഓഫ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗംഭീര വിജയമാണ്. അതിൻ്റെ സംവിധായകൻ എന്നുള്ള നിലയിൽ മഹേഷിനും
അതിലെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ പാർവതിക്കും ചാക്കോച്ചനും മുമ്പോട്ടുള്ള നിങ്ങളുടെ കരിയറിൽ ടേക്ക് ഓഫിന്റെ വിജയം എന്ത് സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്? എക്സലന്റ് ക്വസ്റ്റ്യൻ. എനിക്കത് ഞാനതും കൂടെ സപ്ലിമെന്റ് ചെയ്യട്ടെ. പാർവതി, ഇനിയൊരു സ്ക്രിപ്റ്റ് പാർവതിയുടെ മുമ്പിലേക്ക് വന്നാൽ ഈ ടേക്ക് ഓഫ് മനസ്സിലുണ്ടാവും. മനസ്സുദ്ദേശിക്കുന്നത് അതല്ല, അതായത് ചില ബോൾഡായിട്ടുള്ള ചില ഒരു തീമുകളും സ്ക്രിപ്റ്റുകളും കയ്യിലേക്കൊന്നും വേണേൽ പിടിക്കണം എന്നൊരു ധൈര്യം കിട്ടുന്നുണ്ടോ? അതെയോ ഇറ്റ്സ് ലൈക്ക് അനദർ മൂവി? No, it definitely is not just another film. കാര്യം ഈ ബോയ്സർ പറഞ്ഞത് കറക്റ്റാണ്. നാഴികക്കല്ലാവാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അതായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഈ സിനിമയുടെ ഭാഗമല്ലായിരുന്നെങ്കിലും ഐ വുഡ് ഹവ് വാണ്ടഡ് സച്ച് മൂവീസ് ടു ബി മെയ്ഡ്. അതിൻ്റെ കൺസിസ്റ്റൻസീൻ്റെ കുറവിൽ മാത്രമാണ് നമുക്ക് മാറ്റം ഇത്രയും സ്ലോ ആവുന്നത്. ഐ വുഡ് വാണ്ട് മഹേഷ് ആൻഡ് മഹേഷിൻ്റെ ടീം ആൻഡ് സാനു ചേട്ടൻ ആൻഡ് ഓൾ ടു കീപ് മേക്കിംഗ് മൂവീസ് ഫാസ്റ്റർ ആൻഡ് മോർ. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു അഭിനയശീലം അല്ലെങ്കിൽ ഈവൻ കാഴ്ചശീലം, നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ നമ്മൾ എന്താണോ ഇതുവരെ നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞ പോലെ സ്ലാപ്സ്റ്റിക് ജോക്സും വളരെ അശ്ലീലമായിട്ടുള്ള ജോക്സിനെ വലിയ മാസ് ഓഡിയൻസിന് ക്ലാപ്പ് കിട്ടുന്നതുമായിട്ടുള്ള സിനിമകളിന് അതിനൊക്കെ ഇത്രയും റവന്യൂവും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വളരെ നന്മ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ഉദ്ദേശശുദ്ധിയുള്ള ഒരു സിനിമയ്ക്ക് അതിന് കിട്ടേണ്ട അർഹിക്കുന്ന ഒരു സ്പേസ് എന്തായാലും കിട്ടിയേ പറ്റും. 1 to 10 സ്കെയിലിൽ പാർവതിയുടെ മെച്യൂരിറ്റി ആസ് ആൻ ആക്ട്രസ്, നന്നായി അങ്ങനെ ആഡ് ചെയ്തു നന്നായി. ആസ് ആൻ ആക്ട്രസ് 6 ആയിരുന്നുവെങ്കിൽ ഈ സിനിമ കഴിഞ്ഞപ്പോൾ, ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ സ്കെയിലിൽ എന്ത് വ്യത്യാസം വന്നു? എൻ്റെ ഓരോ സിനിമയിലും ഞാൻ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും എന്നെ ആ സ്കെയിലിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഒരു ക്യാരക്ടർ അഭിനയിച്ച് അല്ലെങ്കിൽ ആ സിനിമയുടെ റിലീസൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ കഥാപാത്രം എന്നെ എങ്ങനെ എഫക്റ്റ് ചെയ്തു. 6-7 6-8 ഡെഫിനറ്റ്ലി മോർ. എനിക്ക് 6 7 എന്നുള്ളത് അറിയില്ല, 10 എന്നുള്ളത് അറിയില്ല. ഐ എം എ ഗുഡ് ഗേൾ, റിമെമ്പർ. ഒരു 9.5 ഫുള്ള് കൊടുത്താൽ ഭയങ്കര പാർഷ്യലാണെന്ന് പറയും. ഈ 9 തന്നെ ഭയങ്കര പ്രശ്നമാണ്. അല്ല, എനിക്ക് ചോദ്യം ഞാൻ എന്റെ എല്ലാ നടിമാരെയും പ്രിയായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ ആളാണ്. അതോ ഇത് തന്നെ അമലയോടും പറയോ? ഇത് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ അതാണ് നന്നാവില്ല. ഈ 9 അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. ആക്ച്വലി എനിക്ക് ഇപ്പം ചോദിച്ച ചോദ്യം മഹേഷിനോട് മഹേഷിന്റെ കാല് പിടിച്ചോട് വെക്കണോ? ഹോളിവുഡിലേക്ക് പോകുന്നാണല്ലോ will you take off to another area terrain? ഇതൊരു പ്ലാറ്റ്ഫോമാണ് സർ. ബേസിക്കലി you are really going. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. you are really going. അത് ഗോയിങ് ഒക്കെ ഒരു സെക്കൻഡറി വിഷയങ്ങൾ. അത് മറ്റുള്ള അതിനകത്ത് വേറെ പല ഘടകങ്ങളുണ്ട്. ഞാൻ മാത്രം തീരുമാനിച്ച പോരാ. തീർച്ചയായിട്ടും പോകണം. ഞാൻ പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ആവേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾ കൂടുതൽ ഉണ്ടാവണം, ഇത്തരം സിനിമകൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് വരണം. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും അഭിരുചികൾക്കനുസരിച്ച്, അതായത് ഇപ്പോൾ ഒരു പുതിയ കാഴ്ച വരുന്നു എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ആ കാഴ്ചക്ക് ഇനിയും ഒരു ബാൻഡ് വിഡ്ത്ത് കൂടണം. ഇത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ പോലുള്ള പ്രൊഡ്യൂസറുകൾ ഇനിയും വരണം. തീർച്ചയായിട്ടും വരണം. ഒരുപാട് ആൻഡോ എന്നുള്ള പ്രൊഡ്യൂസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്തായിരുന്നു? കൺവിക്ഷൻ. ഈ ആൻഡോ എന്നുള്ള പ്രൊഡ്യൂസർ ഏറ്റവും മോശപ്പെട്ട വശം എന്തായിരുന്നു? അങ്ങനെ ഒരു മോശപ്പെട്ട വശം അതും കൺവിക്ഷൻ തന്നെ. പറയണോ മഹേഷേ? ചോദിച്ചു അല്ല, ആൻഡ്രൂ ചേട്ടന്റെ കാര്യം ഐ ജസ്റ്റ് ഹാവ് ടു ആഡ് ദിസ്. ഐ ഹാവ് നോട്ട് സീൻ ഒരു പ്രൊഡ്യൂസർ നമ്മുടെ പ്രൊമോഷൻ എസ്പെഷ്യലി ഇപ്പൊ ഇങ്ങനത്തെ ഒരു പടത്തിന് വി നീഡ് a lot of talks. നമ്മളത് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഒന്നാണ്. പക്ഷേ ശരിക്കും ഇത്രയും ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും ഇത്രയും നല്ലോണം നോക്കുന്നത്, അതായത് ഫോർ അസ് പ്രൊഡ്യൂസേഴ്സ് ആർ ലൈക്ക് പേരൻസ്. നമ്മൾ വി ആർ ഗിവിങ് എവറിഥിങ്. മഹേഷ് എത്രയോ ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനത്തെ ഒരുപാട് വർക്ക് താടി പഠിച്ചിട്ട്. അത് ബൈ ദ വേ another thing you might notice, സാനു ആൻഡ് മഹേഷ് were like twins on set. ബ്ലാക്കേ ഇടുള്ളൂ, കണ്ടു കഴിഞ്ഞാൽ ഒരാളും മറ്റേ ആളും തമ്മിൽ പറയാൻ പറ്റില്ല. പക്ഷെ anyway, what I'm saying is ആൻഡ്രൂ ചേട്ടൻ the way he took care of us, അലക്സ് ചേട്ടൻ, അവരൊക്കെ നമ്മളെ ഇപ്പൊ ഒരു ലേറ്റ് നൈറ്റ് ഷോ, ഇപ്പൊ ജയേട്ടൻ പോയി കണ്ടിട്ടുള്ള ആ ഷോയിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുമായിട്ട്. 1:30 മണി 2 മണി ആയാലും നമ്മളെ കാറി കയറ്റി വിട്ടിട്ടേ പോവുള്ളൂ. ഹി വിൽ ടേക്ക് കെയർ ഓഫ് അസ് എന്നുള്ള. അപ്പൊ
അപ്പൊ ആ കൺവിക്ഷൻ നമുക്ക് ആ പ്രൊഡ്യൂസറോടുണ്ട്. ദ ഫാക്ട് ദാറ്റ് ഇത് ഈ പറഞ്ഞു വരുന്നത് മറ്റു ചില പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ കേരളത്തിലെ മറ്റെല്ലാ പ്രൊഡ്യൂസർമാരും അങ്ങനെ ഇല്ല, പ്രത്യേകിച്ച് അടുത്തിരിക്കുന്ന പ്രൊഡ്യൂസറെ കുറിച്ചാണോ പറഞ്ഞു വരുന്നത്? നോ, ഐ ഹാവന്റ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ഫസ്റ്റ് ഹാൻഡ്. പക്ഷേ ഡെഫിനറ്റ്ലി എല്ലാവരും അങ്ങനെയല്ല. ഡെഫിനറ്റ്ലി നോട്ട്. അത് എന്റെ ഇത് ചാക്കോച്ചനെ മാത്രം ഉദ്ദേശിച്ചാണ് പാർവതി. ആക്ച്വലി ചാക്കോച്ചന്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് ഒന്നും എനിക്ക് വരണമായിരുന്നു. ബിക്കോസ് അതിനിടയ്ക്ക് ബോബി സർ വന്നുകൊണ്ട് ഓഫ് കോഴ്സ് ഐ കുഡന്റ് കംപ്ലീറ്റ് ദാറ്റ് തോട്ട്. IS ടെററിസ്റ്റ് കൊണ്ടുപോകുന്നുള്ള പേടിന്റെ കാര്യം ചോദിച്ചു, ചാക്കോച്ചനോടും ചോദിച്ചു. ഏറ്റവും വലിയ ടെറർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെററിസം നിന്ന് നമ്മൾ പറയുന്നത് നഴ്സസും എല്ലാവരും എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ആർ ഗവൺമെന്റ് നോട്ട്. ആൻഡ് അവിടെ ഏറ്റവും വലിയ ഭീകരത വരുന്നത് ഇവരുടെ പ്രശ്നം ഉണ്ടായിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ പാർവതിയുടെ ഒരു പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഷോയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമാണ്. ആ ലൈഫ് ലൈനിന്റെ ഭാഗവാക്കായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ക്വിക്കായിട്ട് പ്രതികരിക്കുന്നവർക്ക് പ്രതികരിക്കും. നമ്മൾ അവർ കൺട്രിയിൽ നഴ്സുമാർക്ക് അത്രത്തോളം അംഗീകാരവും സാലറിയും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഉത്തരം പറയേണ്ടത് മഹേഷ്. അതെ, എല്ലാത്തിനും ഉത്തരം ഇനി മഹേഷ് കൊടുക്കുക. ISI അതല്ല, ഞാൻ ഇവിടെ പാർവതി ഒരു ചോദിച്ച ചോദ്യം ഈ സിനിമയിൽ മുഴുവൻ നിങ്ങളുടെ ഇവിടുത്തെ ഒരു ജീവിതത്തിന്റെ യാതനകളെ കുറിച്ചും പ്രതിസന്ധിയെക്കുറിച്ചും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോയാലും അങ്ങനെ ഒരു ജീവിതം ആണോ നിങ്ങൾക്കുള്ളത്? നമ്മൾ ഹിന്ദിയിൽ ചോദിക്കും മജ്ബൂരി സേ ആയെന്ന്. നിങ്ങൾ നിവൃത്തികേട് കൊണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഈ നമ്മൾ കാണിച്ചിരിക്കുന്നത് എക്സാജറേഷൻ ആണോ അതെയോ നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണോ? കുറേയൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. കാരണം ഇതിനകത്ത് അവർ പോകാനായിട്ട് സാലറി ആയിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നത്. ശരിക്കും പുറത്ത് കിട്ടുന്ന ആ സാലറി ഇല്ലെങ്കിലും അതിൻ്റെ 4-1 കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കിട്ടുവാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ആരും തന്നെ പുറത്ത് പോകില്ല. ഇനി നിങ്ങൾ ഒരു നിമിഷ നേരം പാർവതിയെ പോലെ ആകരുത്, സത്യം പറയാവുള്ളൂ. അതായത് വിദേശത്ത് ജോലി കിട്ടിയാൽ പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇവിടെയുണ്ട്? 1.5 ആൾക്കാർ. ആ കുട്ടിയെ അരയെ പൊക്കിയിട്ടുള്ളൂ. അതെ, ഒറ്റ ആളല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പോകണ്ടെന്ന് വിചാരിക്കുന്നത്? ഭർത്താവ് വിടില്ലേ? ഭർത്താവ് വിടാത്തോണ്ടല്ല, പിന്നെ ശരിക്കും ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പം അതിനകത്ത് പറയുന്നുണ്ട് കൂടുതൽ പേര് നഴ്സിംഗിന് ജോയിൻ ചെയ്തത് തന്നെ പുറത്ത് ജോലി കിട്ടും, അത്രയും സാലറി ഉണ്ടാക്കണം എന്നുള്ള പ്രതീക്ഷയോടെയാണ്. പക്ഷെ ഞാൻ നഴ്സിംഗിന് ജോയിൻ ചെയ്തത് അങ്ങനെ ഒരു പ്രതീക്ഷയോ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനോ എനിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ വീടിനടുത്ത് കണ്ട ഒരു നല്ല ഹോസ്പിറ്റലിലെ നേഴ്സസ്, ആ മാലാഖമാരെ കണ്ട ആ ഒരു ഇൻസ്പിറേഷൻ എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴും ശരിക്കും നാട്ടിൽ നിന്ന് കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പുറത്തു പോകണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. ഇനി വേറെ കാര്യമുണ്ട്, എനിക്കൊരു സംശയമുണ്ട് കേട്ടോ പാർവതി മഹേഷ്. ഈ സിനിമ കണ്ട ശേഷം ഇനി പുറത്തേക്കുള്ള ആൾക്കാരുടെ പോക്ക് കുറയുന്നു. ഇറാഖിൽ നമ്മൾ 46 പേര് തിരിച്ചു വന്നില്ലേ? ഈ തിരിച്ചു വന്നാൽ ഏതാണ്ട് 10ഓളം പേര് തിരിച്ചു ഇറാഖിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം ഇറാഖിനേക്കാൾ ദുരിതപൂർണ്ണമാണ്. എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല തിരിച്ച്? അത് പോയത് ഞങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികളല്ല, വേറെ കിർക്കുക്ക് പറയുന്ന പിന്നെ ബാഗ്ദാദ് അവിടെയൊക്കെയുള്ള വേറെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ 46 പേര് വന്നതിൽ നിന്ന് ആരും പോയിട്ടില്ല. അതുമല്ല, ഇറാഖിൽ ഇനി ജോലി ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഒരു സേഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഇറാഖ് മാത്രമല്ല, ലിബിയ, ലെബനൻ അങ്ങനെയുള്ള ഈ വാർ സോൺ ഏരിയസിൽ നിന്ന് വന്ന വാർ സോണിൽ നിന്ന് വന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനം തിരിച്ചു പോയിട്ടുണ്ട് ഇല്ലേ? തിരിച്ചു പോകുന്ന ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് നാട്ടിൽ വന്നാൽ ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല, പോയാലേ ഒക്കുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി തന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് മലിനി ചേച്ചി, the thing is they are not scared of IS terrorists, they are scared of coming back home because നമ്മുടെ നാട് തന്നെ നമ്മളെ നോക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ then you know എന്ത് മരണമാണ് അവരെ ഇതായിരുന്നത്. നമ്മുടെ ഇവിടെയുള്ള എന്താ വെച്ചാൽ മാധ്യമങ്ങളിലും എല്ലാത്തിലും പത്രത്തിലും ഇത് വരുന്നു, സമരം ചെയ്യുന്നു, അവർ പലരും ആത്മഹത്യ ചെയ്യുന്നു ലോൺ അടയ്ക്കാൻ പറ്റാതെ. ഇതൊക്കെ ശീലമായി കഴിഞ്ഞിരിക്കുന്നു. So in a way, I hope Takeoff is a reminder to please look into this again, so that you know നമ്മൾ ഒന്നില്ലെങ്കിലും നഴ്സസും. ഞാൻ ആക്ച്വലി മഹേഷിനോട് ചോദിച്ചായിരുന്നു, ദൈവത്തിൻ്റെ മാലാഖമാർ എന്നുള്ള ഡയലോഗ് എൻ്റെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടായിരുന്നു. എന്തുകൊണ്ടോ അത് പറയുമ്പോൾ എനിക്കതിൻ്റെ നാടകീയത ഇല്ലാതെ ഉള്ളിൽ തട്ടിയാണ് സമീർ അത് പറയേണ്ടത്. ആദ്യത്തെ ഡേ ഓഫ് ഷൂട്ടിംഗ് ആയതുകൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു.
You remember the dialogues? I remember the dialogue. Please tell me what is the dialogue. Okay, it's very difficult. ദൈവത്തിന്റെ മാലാഖമാരാണെന്ന് വിളിപ്പേരേ ഉള്ളൂ സർ. അങ്ങനെ വിളിക്കുന്നവരാരും മാലാഖമാരുടെ വീട്ടിലെ അവസ്ഥ അന്വേഷിക്കാറില്ല. I usually don't say this dialogue again. ഒരിക്കലും കാര്യം നമ്മൾ ഉള്ളിത്തട്ടി പറയുന്ന ഡയലോഗാണ്. പക്ഷേ the thing is, ഞാനത് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററിലും അല്ലെങ്കിൽ ട്രെയിലറിൽ വരുമ്പം ഇത്രത്തോളം ഇത് കണക്ട് ആവുന്നുള്ളത് ഞാൻ പോലും ഡ്യൂറിങ് ദ മേക്കിംഗ് ഓഫ് ദ ഫിലിം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ ചെയ്യുന്നത് എന്നോടൊരു ഡോക്ടർ പറഞ്ഞതാണ് എൻ്റെ റിസർച്ചിൻ്റെ സമയത്ത് 90% ഓഫ് വാട്ട് എ ഡോക്ടർ ഡസ് അത് 90% ആ ജോലിയിൽ 90% ചെയ്യുന്നത് നഴ്സസാണ്. അത് ഒരു ഡോക്ടറിന് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കുക, ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവരിക, എല്ലാം അവർക്ക് കൈ താങ്ങി അവരെ സഹായിക്കുക. ഇതൊക്കെ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാലും ബെഡ്ഷീറ്റ് മാറ്റിയില്ലെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ചിലപ്പം അങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ആൻഡ് ദേ ഹാവ് ടു സ്റ്റിൽ സ്മൈൽ. ചിരിച്ചില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റുകൾ പോകാറുണ്ട്. ഞാൻ SK ഹോസ്പിറ്റലിലെ നഴ്സിംഗ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് മാമിന് റിയലി ഐ വാണ്ടഡ് ടു അപ്രീഷിയേറ്റ് ഭയങ്കര ഒബ്സർവേഷനും അല്ലെങ്കിൽ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. ഈ പറയുന്നത് 100% കറക്റ്റാണ്. ഒന്നും കൂടെ ചോദിച്ചോട്ടെ, ഒരുപക്ഷെ നിങ്ങളെ പോലുള്ള പ്രാക്ടീസ് നഴ്സസിനേക്കാൾ കുറച്ചും കൂടി സ്കില്ല് പാർവതിക്കാണുള്ളത്. ഇപ്പൊ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അല്ല, പക്ഷേ റോസലീൻ എന്നല്ലേ പേര്? റോസലീൻ, ഇത് കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതേപോലെ നഴ്സസിന്റെ ഗ്രൂപ്പിൽ നൈറ്റ് ഷിഫ്റ്റിൽ ഞാനും മഹേഷും പോയപ്പോൾ ഞാൻ ചോദിക്കുന്ന അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർ ബസ് ലേറ്റ് ആയതോ അല്ലെങ്കിൽ അന്ന് ആ മാസത്തെ റെന്റ് എവിടുന്ന വരുന്നതെന്ന് അറിയാത്തതിന്റെ ഡിസ്കഷൻ നടക്കുന്നതിന്റെ ഇടയിലാണ് നമുക്ക് മറ്റേ പേഷ്യന്റിന്റെ മറ്റേ അത് ചെയ്തു കൊടുക്കാനുണ്ട്, അത് ആ ഡോക്ടറോട് പറയണം കേട്ടോ, എന്ന് ഈ മെഡിസിൻ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻസ്. സോ അവർക്കും ലൈഫ് നടക്കുന്നുണ്ട്, അവർക്കും ദുരിതം നടക്കുന്നുണ്ട്, പാരലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ദേ ഹാവ് ടു സ്റ്റിൽ സ്മൈൽ. ആ സ്മൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു വലിയൊരു അതാണ് നമ്മൾ കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ദേ ആർ ഏഞ്ചൽസ്. അവർക്ക് ഇത്രയും അനുകമ്പ, എനിക്ക് ചിലപ്പോൾ നഴ്സിംഗ് എബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ ഐ ഡെഫിനറ്റ്ലി എംപത്തൈസ് വിത്ത്. ഒരുപക്ഷെ ഈ സമയത്ത് ഫഹദിനെ നമുക്ക് വീട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫഹദ്, അതായത് താങ്കൾ ഇടപെട്ടത് നേഴ്സുമാരുമായി ബന്ധപ്പെട്ടാണ്. ഈ നേഴ്സുമാരുമായിട്ടാണ് താങ്കൾ ഇന്ത്യൻ അംബാസഡർ ഡീൽ ചെയ്തത്. ഈ നഴ്സുമാരുമായിട്ടുള്ള ഈ പറഞ്ഞ സംവാദം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംവേദനത, ഇതൊരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ജീവിത ഏടുകളിൽ നിന്ന് എടുത്താണോ അതെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണോ? ഫഹദ്, ഈ കഥ പറയാൻ വന്നപ്പോൾ മഹേഷ് ഈ റിയൽ ഇൻസിഡൻറ്റിൻ്റെ കുറേ ക്ലിപ്പിങ്സും വീഡിയോ ഫുട്ടേജ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മഹേഷ് ഇവരെയൊക്കെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ ചെയ്തിരുന്നു. എനിക്കൊന്ന് പാർവതിയും ഇവരെയൊക്കെ പേഴ്സണലി എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഈ ട്രാജഡിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റിയൽ ഫാക്ട്സ് വായിച്ചപ്പോൾ തന്നെ ഇത് തീർച്ചയായും എല്ലാവരും എന്താ പറയുക, ഇതൊരു സിനിമയ്ക്കൊക്കെ ഉപരി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ്റെ ഭാഗമായിട്ട് മറ്റാൾക്കാരെല്ലാം ഇതറിയണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അത് ഒരു പേപ്പർ ആർട്ടിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ആറിൽ വന്നൊരു ഇതായി മാത്രം നിൽക്കാതെ നമുക്ക് അറിയിക്കാൻ പറ്റുന്ന ആൾക്കാരോട്, ഐ മീൻ നമുക്കിത് ഈ വേർഡ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു സിനിമ എന്ന മീഡിയത്തിലൂടെ സ്പ്രെഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും തോന്നി. ഇത് ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ അസോസിയേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ഇതൊരു സിനിമാറ്റിക് ഫോമാറ്റിലേക്ക് വളർന്നത്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഇൻറ്റൻഷൻ അത് തന്നെയായിരുന്നു, എല്ലാവരോടും ഇതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാക്കുക. ഇന്ത്യൻ അംബാസഡർ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ ഒരു സ്പർശം ഉണ്ടായത്? അങ്ങനെ സ്പർശം ഉണ്ടായോ? അത് ഇങ്ങനെ ഫസ്റ്റ് ഇഷ്യൂ ഉണ്ടായി അന്ന് തന്നെ അത് കേരളത്തിൽ ഇൻഫോം ചെയ്തു. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തത്. അവിടുന്ന് ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ വിളിച്ച് അപ്പോൾ തന്നെ ഇങ്ങനെ പ്രോബ്ലംസ് ആണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തു. അവിടുന്ന് ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് അംബാസഡർക്ക് നമ്പർ കൊടുത്തു. സാർ വിളിച്ചു. നിങ്ങൾ കണ്ട ഇന്ത്യൻ അംബാസഡറും സിനിമയിലുള്ള ഇന്ത്യൻ അംബാസഡറും തമ്മിൽ സാമ്യമുണ്ടോ? ഞങ്ങള് കണ്ടതല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് മാതൃകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ എന്നുള്ളതിൽ? മിസ്റ്റർ അജയ് കുമാറിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ മഹേഷിനെ കാണിച്ചു തന്നിരുന്നു. അപ്പം നമ്മൾ അതൊരു സിനിമാറ്റിക് വേർഷൻ ആകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു, കാരണം മഹേഷിനോട് ആദ്യമേ പറഞ്ഞിരുന്നത് നമ്മൾ ഒരു റിയൽ ഇൻസിഡൻ്റ് ആണെന്ന പേസിലായിരിക്കില്ല, നമുക്കൊരു സിനിമാറ്റിക് പേസിൽ ഇതിൻ്റെ ഇൻസിഡൻസ് ഒക്കെ സെയിം ആയിരിക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു പേസ് ഡിഫറെൻ്റ് ആണ്. ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഇത്രയും ഫാസ്റ്റ് ആയിരിക്കണം, എന്നാലേ നമ്മൾ പറയുന്ന കഥയ്ക്കും ആ നറേഷനും ഒരു പേസ് ഉണ്ടാവുള്ളൂ. അപ്പം മഹേഷ് തന്ന ഇൻഫർമേഷൻസ് തന്നെയാണ് എൻ്റെ ഒരു റെഫറൻസ് പോയിന്റ്.
മഹേഷ് ഇന്ത്യൻ അംബാസഡർമാരെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ? എനിക്ക് സംശയം. എക്സ്റ്റൻസീവ് ഹോംവർക്ക് ഫോർ ദിസ് മൂവി. പക്ഷേ അതിനകത്ത് സത്യസന്ധമായിട്ട് നേഴ്സുമാരുമായി ബന്ധപ്പെട്ടു, തീർച്ചയായിട്ടും മെയിൽ നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു, IS-കാരുമായിട്ട് ബന്ധപ്പെട്ടു. സിനിമയുടേതായിട്ടുള്ള ലിബർട്ടി, ക്രിയേറ്റീവ് ലിബർട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവൻസിൻ്റെ മാപ്പാണ് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് ഫിക്ഷണലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് മറ്റ് ഇപ്പോൾ ഈവൻ റീസെൻ്റായിട്ട് നടന്ന ബംഗ്ലാദേശിൽ നടന്ന ആ IS ആക്രമണത്തിൻ്റെ അംശങ്ങൾ പോലും നമ്മൾ ഇതിനകത്തോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാക്കോച്ച ഒരു റേസർ എഡ്ജ് വാക്കാണ്. ചാക്കോച്ചനൊരു സിനിമ എന്താ പറയുക, 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഒരു സിനിമ തഴക്കവും പഴക്കവും ചെന്ന സിനിമാക്കാരനാണ്. പാർവതിക്ക് ഇപ്പോൾ 11 വർഷം. ഇത് 20ൻ്റെ ആളാണ്, 20ൻ്റെ തഴക്കാൻ നിൽക്കുന്നത്. 11 പറയുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അതെ, ഇനി ബൈൽ ഒബ്ജക്ഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? അതെ, ഈ 20 വർഷത്തിൻ്റെ പഴക്കത്തിൽ ഒരു പക്ഷേ ഇങ്ങനൊരു വിഷയം എടുക്കുമ്പോൾ പാർവതിക്ക് ഉത്തരം പറയാവുന്നൊരു വിഷയമാണ്. ഒരു റേസർ എഡ്ജ് വേണമെങ്കിൽ ഒന്ന് ഡോക്യുമെൻ്ററിയിലേക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ചെയ്യാം. ഞാനതാണ് ആ സിനിമ കണ്ടപ്പോൾ മഹേഷ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ഭയം എന്താ, ഫിയർ അതായിരുന്നു. ഇത് സ്ലിപ്പ് ചെയ്തു. വേണമെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കഥാതന്തു മനസ്സിലാക്കിയപ്പോൾ ചാക്കോച്ചൻ്റെ മനസ്സിലും ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു. ശരിക്കും എനിക്കറിയില്ല, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു സമയത്ത്. എനിവേ ഇതൊരു നല്ലൊരു സിനിമയായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ലായിരുന്നു. അത് സ്ക്രിപ്റ്റ് വായിച്ച ആൾക്കാണെങ്കിലും കഥ കേട്ട ആൾക്കാർക്കാണെങ്കിലും. പിന്നെ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സെനാരിയോ എങ്ങനെ ക്രോഡീകരിച്ച് ഇതൊക്കെ നമുക്ക് അതേ ഒരു ഇമ്പാക്റ്റ് നമുക്കിത് പ്രസന്റബിൾ ആക്കാൻ പറ്റുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് വെരി കോൺഫിഡൻറ്റ്. മഹേഷും സാനി ചേട്ടനും, മഹേഷ് ഹി വാസ് ഡാം കോൺഫിഡൻറ്റ്. നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, അതിനുള്ള റിസോഴ്സസ് ഉണ്ട്, കുറേ ആൾക്കാർ ഹെൽപ്പ് ഔട്ട് ചെയ്യാനുണ്ട്. മഹേഷ് വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. ഞാൻ ഈ പറയുന്ന പോലെ ആദ്യത്തെ ദിവസം ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മഹേഷ് എന്നെ ആ എടുത്ത പോർഷൻസ് കാണിച്ചപ്പോൾ ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. അത് ശരിക്കും ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ശരിക്കും അന്ന് ആ എടുത്ത അത്രയും സീനുകൾ കാണിച്ചു തന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സൈറ്റ്മെന്റ്. അതിനോട് ഷാഹിദ് എന്നുള്ള കഥാപാത്രത്തിന് മാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായോ? എനിക്ക് ഐ വാസ് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ട 2 ഗുഡ് ആക്ടേഴ്സ് ഉള്ള സീനുകളായിരുന്നു, അത് ഫഹദിന്റെയും പാർവതിയുടെയും. അപ്പൊ അതിലോട്ട് ഞാൻ എങ്ങനെ ഈ പറഞ്ഞ പോലെ ഐ ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. 20 years എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എന്നെ കുറച്ച് മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ദാറ്റ്സ് ഓൾ. ബട്ട് അതർവൈസ് ഐ അഡ്മയർ ഫഹദ്, ഐ അഡ്മയർ ഫഹദ്. ഒരുപക്ഷെ ഫഹദ് പോയിട്ടില്ലെങ്കിൽ ഈ ചാക്കോച്ചിന്റെ റോള്, ഷാഹിദ് എന്നുള്ള റോള് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഫഹദ് കൈകാര്യം ചെയ്യാം? ആദ്യം തന്നെ ഈ കഥ ഞാൻ കേൾക്കുമ്പോൾ ആ റോള് കുഞ്ചാക്കോ ആയിരുന്നു ചെയ്യുന്നത്. മാത്രമല്ല കുഞ്ചാക്കോ ചെയ്തത്ര ഗ്രേസ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അത്ര ലെയർഡായിട്ടോ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ആ റോള് ചെയ്യാൻ കുഞ്ചാക്കോ മാത്രമേ ഉള്ളൂ. അത് കുഞ്ചാക്കോക്ക് മാത്രം പറ്റുന്നൊരു റോളും അത് അതിഗംഭീരമായി ചാക്കോച്ചൻ ചെയ്തൊരു റോളുമാണ്. എനിക്കത് അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല. മഹേഷ് ഇതൊക്കെ തന്നെയായിരുന്നു മഹേഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും റോള് വളരെ എന്താ പറയുക ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. അതായത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഒരു ഓവർലാപ്പിംഗ് പാർവതി എന്തായാലും പാർവതി തന്നെയായിരുന്നു. പറഞ്ഞിരുന്നു. ഇവിടെ ആരെങ്കിലും സമീറമാരുണ്ടോ? ഒരു ചേച്ചി അല്ലാതെ വേറെ ചേച്ചിമാരുണ്ടോ? സമീറമാരുണ്ടോ ജീവിതത്തിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ? പകുതി ബ്രെയിന് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ, പകുതി ബ്രെയിന് ഇപ്പുറത്തേക്ക് എനിബഡി കൊടുക്ക് ബൈക്ക് കൊടുത്ത്. കുവൈറ്റിൽ ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ കുവൈറ്റിൽ പോയ ബാച്ചാണ്. അത് ഇൻവേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 92-ൽ അവിടുത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബാച്ചായിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞെന്ന് വെച്ചാലും അവിടെ അങ്ങ് ഒരു ശാന്തമായൊരു അന്തരീക്ഷം ആയിരുന്നില്ല. എന്നും ഭയപ്പാടായിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ TV-യിൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഓരോ സൈറൻ മുഴക്കുമ്പോൾ നിങ്ങൾ തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് പോകാനുള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കിക്കോണമെന്ന്. പല രാത്രിയിലും ഞങ്ങളുടെ ഒരു സൂട്ട് കേസിനകത്ത് ചെറുതെടുത്തിട്ട് ഓടാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് മാത്രം എടുത്തു വെച്ച് ഞങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെച്ച് കിടന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ അന്നേരം അന്യൂ അങ്ങനെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ബാച്ചിലേഴ്സ് ഏതെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ടുള്ള സിസ്റ്റേഴ്സുമായിട്ട് ഞങ്ങൾ വളരെ ക്ലോസ് റിലേഷനാണ്. അപ്പോൾ അവരോട് പറയും, ചേച്ചി ഇങ്ങനെ കേൾക്കുവാണ്, ഇവിടെ വരണം, ഞങ്ങൾ ഇന്ന ഗേറ്റിങ് ഇറങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ഇതായിട്ട് നിന്നു. പിന്നെ അതിനുശേഷം ഒരു 95-96 ഒക്കെ വരുന്ന സമയത്തായപ്പോഴത്തേക്കും പിന്നീട് ഒരു വലിയൊരു ഇത് വന്നായിരുന്നു. അവർ ഒരു ടാർഗറ്റ് ടൈമൊക്കെ ഞങ്ങൾക്ക് തന്നു, ഡെഡ് ടൈമൊക്കെ തന്നായിരുന്നു. ഒരു 12 o'clock മിഡ്നൈറ്റിന് അവർ ബോംബിടും, ഇറാഖ് വീണ്ടും അവർ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വന്നപ്പോഴത്തേക്കും കുട്ടികളുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് കുട്ടിയുണ്ട് കൂടെ. അപ്പോൾ കുട്ടികളെയൊക്കെ ഇങ്ങനെ മേഴ്സി ഫ്ലൈറ്റിലൊക്കെ കയറ്റി അയക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി ഞങ്ങൾ ശരിക്കും മരണം ഞങ്ങൾ
ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടൊക്കെ കഴിഞ്ഞ ഒരു അവസ്ഥ ലൈറ്റർ വെയിലൊരു ചോദ്യം ചോദിച്ചോട്ടെ, പൈസയൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടാണോ വന്നത്? ഉണ്ടാക്കി. ഉണ്ടാക്കി അവിടുന്ന് മതിയാക്കി തന്നെ 2000-ലാണ് തിരിച്ചു വന്നത്. ഒരു സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താലോ? അതിനുള്ള ഒന്നുമില്ല സാർ, കഞ്ഞി കുടിച്ച് പോവാ. നമുക്ക് അവരെ കൊണ്ടുവരണം. വരട്ടെ. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ പടത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയാം. കാരണം നിങ്ങളുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. പിന്നെ പാർവതി ചേച്ചി മാത്രമേ എനിക്കൊരു പുതിയ ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. ചാക്കോച്ചങ്ങളെ പിന്നെ കണ്ടത് അന്ന് വിശുദ്ധൻ്റെ എന്നെ കൊല്ലാൻ വന്ന് അവിടെ, അതായിരുന്നു ലാസ്റ്റ് ഞാൻ കണ്ടത്. പിന്നെ കണ്ടത് ഇവിടെ ആയിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ പറയുക, അങ്കിള് പിന്നെ മാറിക്കാണും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്കിള് പഴയ മാതിരി തന്നെയായിരുന്നു. പിന്നെ എനിക്ക് പാർവതിയോട് ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാനുണ്ട്. എന്റെ കവിളിൽ എന്തിനാ എപ്പോഴും പിടിച്ചോണ്ടിരുന്നേ? അമ്മയല്ലേ, അമ്മയാവുമ്പോ കവിളിൽ പിടിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷെ അവര് നന്നായി വേദനിച്ചിരുന്ന സംശയം കണ്ടു. കവളെ പിടിച്ച് നെക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും ദിവസം ഷൂട്ടല്ല. അപ്പൊ എല്ലാ 2 കാര്യങ്ങളാണ് പിന്നെ പാർവതി ചെയ്യുന്ന. പിന്നെ അവൻ പറഞ്ഞു, ഒന്ന് മുടി പിടിച്ചിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്, പിന്നെ കവളെ പിടിച്ച് വിളിച്ചു. എന്ത് മുടിയാന്നറിയോ അവന്? ഇത്രയും നീളത്തിൽ എങ്ങനെ എനിക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല. അവര് മുടിയുള്ള മുടി പിടിച്ച് എന്തിനാണ് ഇത്രയും മുടി? എന്താ കാരണം അറിയോ? ഒരു കോംപ്ലക്സ്. അത് ഇവിടെ ഉണ്ടല്ലോ, കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ ചാക്കോച്ചൻ ഇതിങ്ങനെ ഒപ്പിച്ചു വെച്ചേക്കുന്നത്? ഭയങ്കര ഒരു ഒപ്പിക്കൽ തന്നെയാണ്. എനിക്ക് തോന്നി ഈ പറഞ്ഞ കലാ സംവിധായകന്റെ വിരുദ്ധ ഈ മുടിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഫോർ ഹിം he has the most softest cheeks ever. So നമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്ന ഷോട്ട് ആണെങ്കിലും കയ്യിൽ പിടിക്കുന്ന ഷോട്ട് ആണെങ്കിലും ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് I'll be doing is this. എന്നെ ആക്ച്വലി സ്കൂളിൽ നിന്ന് ഒരിക്കൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസത്തേക്ക്. ഒരു കുട്ടിയുടെ കവിള് ഒത്തിരി അമർത്തി അവിടെ ഒരു ഞരമ്പ് രോഗം കുറച്ചൊക്കെ ഉള്ളതാണ്. അത് ആവശ്യമാണ്. എവറി ആർട്ടിസ്റ്റ് ഹാസ് ടു ബി എ ലിറ്റിൽ ഇൻസെക്ട്രിക്. So yeah, that I mean actually അവൻ കൂടുതലും ഫൺ ഉണ്ടായത് ദിവ്യപ്രഭയും ബാക്കി എല്ലാ നഴ്സിന്റെ ഗ്രൂപ്പ്സുമായിട്ട് അവിടെ ഇരുന്നിട്ട് they'll be playing mobile games. കാര്യം എനിക്ക് കിട്ടുന്ന സീൻസിനൊക്കെ ഞാനും മഹേഷും സൈഡിൽ പോയിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് he actually had more fun with the other nurses. പക്ഷെ ഒരു വേറൊരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു കുട്ടി വന്നപ്പോൾ തന്നെ അതിന്റെ ഒരു പക്ഷേ ആ റോളുകൾക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായി. ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ പക്ഷെ he was very open to it. I mean of course അത് പല സിനിമകൾ ആക്ച്വലി എത്രയാണ് എറിക്കിന്റെ പ്രായം? എന്താണ്? 11 years old ആണ്. 13 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. So he is really experienced. അപ്പൊ പല സിനിമകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ചില സീൻസിലൊക്കെ ചിലപ്പോൾ എനിക്ക് കളി പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഐ ഹാവ് ടു സംടൈംസ് ടെൽ ഹിം ദാറ്റ് ഇപ്പൊ നമുക്ക് we can't joke about this now. പക്ഷെ ഭയങ്കര മെച്യൂർ ആയിട്ട് അത് മനസ്സിലാക്കും. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് എറിക്. ബിക്കോസ് ഐ തിങ്ക് അതാണ് ഏറ്റവും അൺസങ് ആയിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. അവനൊരു ഷോട്ടിൽ മഹേഷ് എന്നെ പിന്നെ കാണിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്, ഞാനും ചാക്കോച്ചനും ആംബുലൻസിൽ ചാക്കോച്ചൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഷോട്ടിൽ ഓടി വരുന്നുണ്ട് ഉറക്കം എഴുന്നേറ്റിട്ട്. അതിലൊക്കെ ഹിസ് ഐഡിയ ഓഫ് വാട്ട് മഹേഷ് ടോൾഡ് മീ, ഹിസ് ക്യാമറയുടെ പൊസിഷനിങ്ങും അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ he has really studied. He's an actor in making. He's a really good actor in making. റുവിന്റെ ക്യാരക്ടറിന് ശരിക്കും നമ്മുടെ സിനിമയിലെ ഒരു സീക്വൻസിൽ ക്ലാപ്സ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സെനാരിയോ ആണ് മൊത്തത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കിട്ടുന്നത്. ഇബ്രുവിനെ പേടിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അത് മഹേഷാണ് അതിൽ സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇബ്രു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആദ്യം മുതലേ സമീറയ്ക്ക് ഭയമാണ്. അവനെന്താ വിചാരിക്കുക, അവനെന്താണ് ഫീൽ ചെയ്യുക, അവനാണ് രക്ഷിക്കുന്നത് അവസാനം എന്നുള്ളതാണ്. ഹീ ബിക്കംസ് ഈ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ പേടിക്കേണ്ടാത്തതാണ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. സമീറ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെയും അല്ലെങ്കിൽ കുടുംബത്തെയും ഒന്നും പേടിക്കേണ്ട. ബിക്കോസ് നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ they will save us. So that's the whole point. എന്താണ് യൂണിവേഴ്സൽ കൺസ്പയർ. Yes. അതാണ് ആ സിദ്ധാന്തത്തിന്റെ വേറൊരു പുതിയ ഫിലോസഫിയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് പുതിയത് ഇറക്കാം. പക്ഷെ ചാക്കോച്ചിന് മനസ്സിലായി ഇത് പഴയത് വേറെ എടുത്തിട്ടുണ്ട്. ചാക്കോച്ചിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ മ്യൂസിക് ഒരു പക്ഷേ ഇതിലൊരു മ്യൂസിക്കിന്റെ ഒരു റോളും കൂടി നമുക്ക് ഒരു വളരെ പ്രധാനമാണ്. എന്ന കാരണത്തിൽ ഒരു സിനിമയെ വളരെ ബോറാക്കാൻ പറ്റുന്നത് വേണമെങ്കിൽ അതിന് അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങനെ കൊളമായിട്ടുണ്ട്. മഹേഷ് എന്ത് പറയണു? ഹാപ്പി വിത്ത്? വല്ല ആശങ്ക ഉണ്ടായിരുന്നു? ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയണ്ട ആ സിനിമയുടെ ഇതിന്റെ മ്യൂസിക് റീ റെക്കോർഡിംഗ് പോലും ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് ഞാൻ കാണുന്നത്. അതിൽ തന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ഗ്രാഫ് കൊടുക്കേണ്ട ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് അതിനകത്ത്. തീം എവിടെ തുടങ്ങണം, എവിടെ പഞ്ച് മാർക്ക് വേണം.
ഞാനും ഗോപിയായിട്ടുള്ള അസോസിയേഷൻ ഇത് ഞാൻ എഡിറ്ററായിട്ട് നിൽക്കുന്നു വളരെ വർഷങ്ങൾക്കും ആയിട്ടുള്ള അസോസിയേഷനാണ്. അതുകൊണ്ട് എൻ്റെ പോയിന്റുകളെല്ലാം ഗോപിക്ക് കറക്റ്റായിട്ട് അറിയാം. വരട്ടെ എന്നാൽ ഗോപിനെ കൊണ്ടുവന്നില്ല വരട്ടെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ടാണ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇമോഷൻസ് ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പാർവതിയുടെ ക്യാരക്ടർ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാവലുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറായി ഞാനും മാറുന്ന സമയത്താണ് എനിക്ക് ആ മ്യൂസിക് കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പാർവതി എത്രത്തോളം അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എങ്കിലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, കമ്പോസറായിട്ടുള്ള എനിക്ക് ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞ് അവിടെ വെച്ച് എനിക്ക് സൈലൻസ് വിടാൻ തോന്നി. അതായത് സൈലൻസിനേക്കാൾ വലിയൊരു സംഗീതം വേറെ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ സൈലൻസ് ആക്കിപ്പിച്ചത് പാർവതിയുടെ ആ പെർഫോമൻസാണ്. ആ സ്ഥലത്ത് വേറെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ഏരിയയിൽ ഞാൻ സൈലൻസ് കീപ്പ് ചെയ്യില്ല. പാർവതിയുടെ ഒരൊറ്റ ആളുടെ പെർഫോമൻസിൻ്റെ ബലത്തിലാണ്. ആ പെർഫോമൻസിനപ്പുറം ഇനി കടൽ മാത്രമേ ഉള്ളൂ. അത്രയും ഗംഭീരമായിട്ടാണ് പാർവതി പെർഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പാർവതിയുടെ അഭിനയത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പാർവതി, ഇതിന് ചെറിയ ചിലവൊന്നും ചെയ്തപ്പോൾ എന്തായാലും ഈ ഷോ സ്ക്രിപ്റ്റ് ചെയ്താണല്ലോ. എന്തോന്നായത് ഒരുപാട് ചിലവായോ? ചിലവായി ഞാൻ തന്നെ വെച്ച് ചിലവായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ സത്യസന്ധമായി നടന്ന കാര്യമാണ്. ഗോപി എന്നെ കേൾപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തിയപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ഞാനൊരു പീസ് കേൾപ്പിക്കാം, ഞാൻ ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ ഇനി വേറൊരു രീതി കേൾപ്പിക്കാം. പുള്ളി പറഞ്ഞു, ഇത് ഞാൻ എന്ത് വായിച്ചാലും ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ആ സീൻ താഴുകയാണ്. ഓൾ ക്രെഡിറ്റ് ആക്ടറിനാണ്. പാർവതി, വൺസ് അഗൈൻ. ഇല്ല, ഐ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട് ടു ദാറ്റ് ബിക്കോസ് ഗോപി എന്നോടത് പറഞ്ഞു. എന്നോട് ഇങ്ങനെ ഞാൻ ആക്ച്വലി വിചാരിച്ചു ദാറ്റ് ഈസ് എ വേ ഓഫ് കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വെറുതെ പറയുന്നത്. പക്ഷെ വെൻ എ മ്യൂസീഷ്യൻ സേസ് ദാറ്റ് ഈസ് എ ഹ്യൂജ് ഓണർ. അതിനേക്കാളും വലിയൊരു അവാർഡ് ഇല്ല. അതെനിക്ക് ആ സമയത്തുണ്ടായിരുന്ന എല്ലാ ക്രൈറ്റീരിയ ഓഫ് ടു പെർഫോം വെൽ നന്നായി വന്നതുകൊണ്ടാവാം അത് അത്രയും സത്യസന്ധമായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു.